ഹലോ ഗായ്സ്, ഇന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഫുഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ ഇന്നാണ് അതിൻ്റെ ദിവസം. അത് ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ടൊക്കെ പിന്നെ കൊടുക്കേണ്ട വരാറില്ല കേട്ടോ. അപ്പോൾ അതിന് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ബാബുവേട്ടനും മണിയേട്ടനും സച്ചിനൊക്കെ ആട്ടോ അതൊക്കെ വന്ന് പറയാറ് ഞങ്ങളുടെ അവിടുത്തെ. അപ്പോൾ അവിടേക്കുള്ള ഫുഡ് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ നോൺ വെജിൽ മുട്ട ആക്കാറുണ്ട്, പക്ഷെ വേറെ നോൺ വെജ് ഒന്നും ആക്കാറില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ദേ ചോറും മുട്ട ഓംപ്ലേറ്റ്, പിന്നെ തേങ്ങാ ചമ്മന്തി, പിന്നെ നാരങ്ങച്ചാറ്, സാമ്പാർ, കാബേജ് ഉപ്പേരി, ഇതൊക്കെയാണ് കേട്ടോ വിഭവങ്ങൾ. അപ്പോൾ ഇല കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്. അപ്പോൾ അമൽമോൻ തൊട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ വീട്ടിൽ പോയിട്ട് ഓമനേച്ചിരി വീട്ടിൽ പോയിട്ടൊക്കെയാണ് കേട്ടോ ഇലയൊക്കെ മുറിച്ചിട്ട് വന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇലയൊക്കെ മുറിച്ച്, പിന്നെ ഈ മഴക്കാലമൊക്കെ എല്ലാ ഇലയും ഇങ്ങനെ മുറിഞ്ഞിട്ടും കാറ്റത്ത് ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഇലയിൽ തന്നെ കൊടുത്തയച്ചാൽ നമുക്ക് മനസ്സിനൊരു തൃപ്തിയുള്ളൂ. മറ്റേ പേപ്പർ വാഴയിലൊക്കെ ആകുമ്പോൾ ഒരു ഇതില്ല, ഈ ഇലയാകുമ്പോൾ ഒരു നല്ല മണം ഒക്കെ ആകുമ്പോൾ നല്ല ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആവും കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡ്. ഇതൊക്കെ ആയിട്ട് കുറച്ച് ഞങ്ങൾ കെട്ടിക്കും. അതുപോലെ ആരാധിക്ക് സ്കൂളിലേക്കും കെട്ടിക്കൊടുത്തയക്കും. അവൾക്ക് ഈ പൊതിച്ചോറായ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. അപ്പോൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എന്തായാലും കെട്ടണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരാധ്യ മോൾക്കും സ്കൂളിലേക്കും കെട്ടി വയ്ക്കും കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ സെറ്റാക്കി വെക്കുക. അങ്ങനെ സെറ്റാക്കണതിൻ്റെ ഉള്ളിൽ മക്കൾ പോകുമ്പോൾ മക്കളെ പറഞ്ഞയക്കണം. അപ്പോൾ ഞാൻ ഒരെണ്ണം കെട്ടി വയ്ക്കുമ്പോഴേക്കും ആരാധ്യ മോളും അമൽമോനൊക്കെ പോവാറായിട്ടാണ്. വണ്ടി വരുന്ന ആ ടൈമായി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വണ്ടിയൊക്കെ വന്ന്, വണ്ടിച്ചേട്ടൻ ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് അപ്പുറത്ത് പിള്ളേരെടുത്ത് തിരിച്ച് വരുമ്പോഴാണ് ഇവർ കയറുന്നു. അപ്പോഴേക്കും പിള്ളേരൊക്കെ പോയ ശേഷം ഞാൻ ബാക്കിയുള്ള ഇലകളിലും ഒക്കെ ഫുഡൊക്കെ വെച്ച് സെറ്റാക്കണം കേട്ടോ. അപ്പോൾ സാമ്പാർ ഇങ്ങനെ അതിൽ തന്നെ ഒഴിക്കും, കാരണം വേറെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലൊന്നും ഇങ്ങനെ കെട്ടി കൊടുത്തയക്കരുതെന്നാണ്. അപ്പോൾ പിന്നെ അതിൽ തന്നെ ഒഴിച്ച് നല്ല സൂപ്പറായിരിക്കും, നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ടിഫിനൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അമ്മ ഇതിലേക്ക് നോക്കുമെന്ന് പറയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്കും ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഇതൊക്കെ തന്നെയായിരുന്നു ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും എടുത്തില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ അമൽമോൻ വരാറായപ്പോൾ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മയോനൈസ് സെറ്റാക്കുക കേട്ടോ. മിക്സിയിലേക്ക് ഒരു മുട്ടയും കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് അടിച്ച് ഒരു തരി സൊറുക്കി ഒഴിച്ചിട്ട് അടിക്കുക. എന്നിട്ട് അതിന് ശേഷം സൺഫ്ലവർ ഓയിലും കൂടി കുറച്ചും കൂടി ഒഴിച്ച് അതും അടിക്കുക കേട്ടോ. അങ്ങനെ അടിച്ച് വെച്ചാൽ ആ മയോനൈസ്, ആ ചിക്കൻ ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ചിക്കനിലേക്ക് ഈ മയോനൈസ് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് സോസും കൂടി ഒഴിക്കുക. അത് ബ്രെഡിലേക്ക് ഇങ്ങനെ ഫില്ലിങ് പോലെ ഇങ്ങനെ വെച്ചിട്ട് സെറ്റാക്കി അതിൻ്റെ മുകളിലേക്ക് ഇത് വെക്കുക കേട്ടോ. ഈ ചിക്കൻ ബാക്കി വന്ന കാരണം അത് എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് വന്ന ഒരു ബുദ്ധിയാട്ടോ, ഇങ്ങനെ ചെയ്ത് നോക്കാൻ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ റോബസ്റ്റ് പഴം കുറച്ച് അങ്ങോട്ട് പഴുപ്പായപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത വീട്ടിലൊക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പാലും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചിട്ട് പിള്ളേർക്ക് അതും സെറ്റാക്കി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേർ വരുമ്പോൾ കൊടുക്കുന്നത്. അമ്മയ്ക്ക് പാലിഷ്ടമല്ല, അപ്പോൾ പാലില്ലാണ്ട് റോബസ്റ്റ് ജ്യൂസ് അടിച്ച് അമ്മയ്ക്കും കൊടുത്തു കേട്ടോ. ഇത് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ചിക്കൻ അമ്മ കഴിക്കാത്ത കാരണം ഫില്ലിങ് അതല്ലേ, അപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേ പിള്ളേഴ്സ് ബാക്കി അമൽ ആദ്യം വരും. അപ്പോൾ അവൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോഴേക്കും ഇതേ പിള്ളേഴ്സ് എത്തിയിട്ടാണ്. അപ്പോൾ ആരാധ്യ പറഞ്ഞു എനിക്ക് ഇന്നും ട്രോഫി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ അങ്ങനെ അമലിനെ ട്യൂഷനൊക്കെ പറഞ്ഞ ശേഷം ഞാൻ അവിടെ പുറത്ത് പുല്ല് പറിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. കുറച്ചൊന്ന് പറിക്കാൻ നിൽക്കുമ്പോഴേക്കും മഴ പെയ്ത് ഗൈസ്. അങ്ങനെ നൈറ്റൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിൽ തന്നെ കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഒരു ദിവസത്തിൻ്റെ കല്യാണം, 2 പേരുടെയും. അപ്പോൾ കല്യാണ വീട്ടിലേക്ക് നടക്കാനുള്ള വഴിയുള്ള ഞങ്ങളുടെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ നൈറ്റ് അവിടേക്ക് പോയി. അവിടെ ഗീ റൈസും ബീഫും അച്ചാറും കഴിക്കാത്തവർക്കൊരു പരിപ്പൊരുതും സാലഡൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ 100 കേട്ടോ ഫുഡ്. ഞങ്ങളുടെ 100 ഫുഡ് ഉണ്ടാക്കി വരുമ്പോൾ അതിൽ സ്നേഹം കൂടി ഉണ്ടാവും കേട്ടോ ഗൈസ്. അങ്ങനെ വന്ന് കിടന്നുറങ്ങിയത് പിറ്റേ ദിവസമാട്ടോ ഗൈസ്. പ്രേഷേട്ടൻ ഉണ്ടായിരുന്നില്ല തലേദിവസം, ഞങ്ങളൊക്കെ കഴിക്കുന്ന നേരത്തില്ല. ആ സമയത്ത് പ്രേഷേട്ടൻ കോയമ്പത്തൂർക്ക് ഓട്ടം പോയെടുക്കുന്നത്. അപ്പോൾ രാവിലെ വന്ന് ടിഫൻ കഴിക്കണതാട്ടോ പിറ്റേ ദിവസം രാവിലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഈ കല്യാണത്തിൻ്റെ എൻ്റെ ഉച്ചയ്ക്ക് കല്യാണം, ശരിക്കും ഇന്നാണ് കല്യാണ ദിവസം. അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് കല്യാണത്തിനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതേ കാറിൽ ഞങ്ങൾ അങ്ങോട്ട് പോവുക. കാറിലേക്ക് പോകേണ്ട ദൂരമൊന്നുമില്ല, കുറച്ചുള്ളൂ. അപ്പോൾ വെയിലായ കാരണം അമ്മ പറഞ്ഞു ഞാൻ അവിടെ നടക്കേണ്ട, മുട്ടുവേദന ഇല്ലേന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഫുള്ള് ക്ലോസ് ആയി എന്ന് പറഞ്ഞിട്ട് മൈത്രിയിലെത്തിയപ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇടാമെന്ന് വിചാരിക്കുമ്പോൾ പറഞ്ഞു ഇല്ല ഒരു വണ്ടിയും കൂടി കയറ്റാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കയറ്റി. അങ്ങനെ ദേ ഞങ്ങൾ പോകുമ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ 100 സെറ്റപ്പാണ് കേട്ടോ. സൂപ്പറായിട്ട് 100 ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. എല്ലാ 100 പിള്ളേഴ്സും ഉണ്ട്, അവർ ഒക്കെ ആക്കിയോളൂ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ സെറ്റാക്കി അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ അതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. നല്ല സൂപ്പർ മട്ടൻ ബിരിയാണി, സാലഡ്, ചിക്കൻ വറുത്തത്,
പിന്നെ ഒരു തരം പ്രത്യേക തരത്തിലുള്ള ഒരു പിക്കിൾ ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. കഴിഞ്ഞ് പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഗൈസ് പുറത്ത് കാരണം മഴക്കാലമല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചായ ഉണ്ടായിരുന്നു, പലതരം ബജ്ജി ഉണ്ടായിരുന്നു, ചിക്കൻ സമൂസ ഉണ്ടായിരുന്നു, പിന്നെ ഇത് കപ്പലണ്ടി വറുത്തത് ഒരു സ്പെഷ്യലായിരുന്നു കേട്ടോ അവിടുത്തെ. സൂപ്പറായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ആയിരുന്നു അല്ലത്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയാട്ടോ. അപ്പോൾ അവരോടൊക്കെ വർത്താൻ പറയാം, വെൽക്കം ഡ്രിങ്ക് വരുമ്പോഴും കുടിച്ചുവിട്ടോ ഗൈസ്. അപ്പോഴേക്ക് ഇതേ കല്യാണപ്പെണ്ണും ചെക്കനൊക്കെ 2 പേര് ഇതാണ് കേട്ടോ. അങ്ങനെ അവർക്ക് പോകാനുള്ള വണ്ടികളൊക്കെ ഉണ്ടോ ഗൈസ് ഇത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ വീട്ടിലേക്ക് പോരുക കേട്ടോ. പോരുമ്പോൾ ആരാധ്യമോൾ അവിടെ നിന്ന് റോസാപ്പൂവൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങളിതേ ഞങ്ങളുടെ വഴിയിൽ ഇതേ ഇത്രയല്ലോ കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് എത്തി ഗൈസ്. ഓക്കെ ഗൈസ്.